എന്നോട് ക്ഷമിക്കണം എന്നെഴുതാനല്ല ഞാൻ ഈ കത്ത് തുടങ്ങുന്നത്. കാരണം അതിനുപോലും ഞാൻ അർഹനല്ല. 27 വർഷം ഒരു കമ്പനി സ്വന്തം ചോരയും നീരും കൊടുത്തു വളർത്തി. ഒരു ദിവസം ഒരൊപ്പിൽ എല്ലാം തീർന്നു. ജോലി പോയിട്ടും ധൈര്യം കൈവിട്ടില്ല. പക്ഷേ ഓരോ ദിവസവും ഓരോ കടലാസവും എന്നിൽ നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരുന്നു. വീണ്ടും എഴുന്നേൽക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. മിച്ചമുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ അതിലിട്ടു. ലാഭം മാത്രം വന്നില്ല. പല രാത്രികളിലും ഞാൻ ഉറങ്ങിയത് നാളെ വീട്ടുകാരുടെ കണ്ണിൽ എങ്ങനെ നോക്കും എന്ന ഭയത്തോടെയാണ്. വീണ്ടും ജോലി അന്വേഷിച്ചു. ആദ്യകാലങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നത്രേ. ഇന്ന് എൻ്റെ എക്സ്പീരിയൻസ് ആരും ചോദിച്ചില്ല, വയസ്സ് മാത്രം ചോദിച്ചു. കണ്ണാടിയിൽ പോലും ഇന്ന് ഞാൻ എന്നെ കാണുന്നില്ല. ഒരു പരാജിതനെ മാത്രമാണ് ഞാൻ കാണുന്നത്. മോളെ, നീ കുഞ്ഞായിരിക്കുമ്പോൾ നിന്നെ ഒന്ന് വീഴാൻ ഞാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ അച്ഛൻ വീണുപോയി. ഇനി എനിക്ക് കഴിയില്ല. ആ മോളെ, അച്ഛൻ എവിടെയാ? പുറത്താണ്. അച്ഛാ, കള്ളം പറയണ്ട. അച്ഛൻ വീട്ടിലല്ലേ? അച്ഛാ, ഞാൻ തോറ്റ ദിവസം അച്ഛൻ ഓർമ്മയുണ്ടോ? എന്നെ പിടിച്ചുയർത്തിയത് അച്ഛൻ്റെ ആ കൈകളല്ലേ? ഇപ്പോ എന്റെ ഊഴമാണ്. അച്ഛാ, എനിക്ക് ജോലി കിട്ടി. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുവാണ് അച്ഛാ. അച്ഛൻ്റെ മോളല്ലേ അച്ഛൻ്റെ കൂടെ? ആ മോളെ, ഞാൻ വിളിക്കാം മോളെ. ഈ കത്ത് എൻ്റെ അവസാന വാക്കുകളാകേണ്ടതായിരുന്നു. പക്ഷേ ഒരു ഫോൺ കോൾ അതിനെ ഒരു പുതിയ തുടക്കമാക്കി മാറ്റി. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന പലർക്കും മരിക്കാനല്ല ആഗ്രഹം. അവരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഫോൺ കോൾ, ഒരു സംഭാഷണം, ഒരു ചേർത്തുപിടുത്തം ഒരു ജീവൻ രക്ഷിച്ചേക്കാം.